റോമിയോ ജൂലിയറ്റ്. രചന സന്ധ്യദാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അത് അന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ വന്നപ്പോൾ ഒരാൾ എന്നെ തടഞ്ഞിർത്തിയെന്ന് പറഞ്ഞില്ലേ, അത് ഇയാളാ. ഇത് കേട്ടതും രണ്ടുപേരും ഒരുപോലെ ഞെട്ടി. സത്യാണോ നീ പറയുന്നത്? നിനക്ക് ഇരുട്ടത്ത് ആള് മാറിയതായിരിക്കും. ഒന്ന് പോയേ, എനിക്ക് ഉറപ്പാ ഇയാളാതെന്ന്. ഞാൻ ശരിക്കും അടുത്ത് വെച്ച് കണ്ടതല്ലേ. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇനി ഇന്നത്തെ ദേശത്തിൽ അയാൾ ഇത് പോയി പ്രിൻസിയോട് പറയണ്ട. ദേ പെണ്ണെ, എന്നെ വെറുതെ ടെൻഷൻ ആക്കല്ലേ. ഏത് നേരത്താണോ ആ കിഴവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ തോന്നിയത്? ഇനി അയാൾ വരുന്നവരെ ഇയാളായിരിക്കില്ലേ? തേജ് പറഞ്ഞു. എടി, നീ ഇങ്ങനെ പേടിക്കല്ലേ. നമ്മൾ ഈ കാണിച്ച് ഉടായിപ്പൊന്നും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. കാരണം ഇയാളെ ഇതിൻ്റെയൊക്കെ തലതൊട്ടപ്പനാ. അതെങ്ങനെ നിനക്കറിയാം? രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു. എടി, ഞാൻ നബിയുടെ കൂടെ അവിടെ അച്ഛനെ കാണാൻ പോയത് ഓർമ്മയില്ലേ? അവിടെ അച്ഛൻ SA ആയതുകൊണ്ട് ഒരു സർപ്രൈസ് വിസിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. അവിടെ പോയപ്പോൾ ഇയാളുടെ കുറേ ഫ്രണ്ട്സിനെയും കണ്ടു. അതിനിപ്പോൾ എന്താ? റെയിൽവേ ട്രാക്കിൽ ഇരുന്ന് മദ്യപിച്ച കാരണം ഇവരുടെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ അച്ഛൻ വന്ന് ഇടപെട്ടുകൊണ്ടാ രക്ഷപ്പെട്ട്. അപ്പോൾ ഇയാളൊരു ഒന്നൊന്നര സംഭവമാണല്ലേ? പിന്നെ അന്ന് നമ്മൾ സിനിമ കാണാൻ പോയപ്പോൾ ഒരാൾ നമ്മൾ ഫോളോ ചെയ്യുന്ന പോലെ തോന്നിയെന്ന് പറഞ്ഞില്ലേ, അതും ഇയാളായിരുന്നു. എന്തോന്നാടി ഇത്? ഇയാൾ വല്ല നരസിംഹം വല്ലോ ആണോ തൂണിലും തുരുമ്പിലൊക്കെ കാണാൻ? എന്നാലും ഇയാളെ കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിക്കണം. അതിനൊരു വഴിയുണ്ട്. നമ്മുടെ ഹിറ്റ്ലർക്ക് ഇയാളറിയാം. ആർക്ക്? നമ്മുടെ ഹർഷേട്ടനോ? അന്ന് ഹർഷേട്ടൻ്റെ കൂടെ ബൈക്കിൽ പോകണം കണ്ടതാ. പക്ഷേ ഞാൻ അയാളോട് ചോദിക്കാൻ പോയാൽ... തേജ് പകുതി വെച്ച് നിർത്തി. എന്താ പോയാൽ നീ പോകണം. ഇയാളെ കുറിച്ച് നമുക്ക് എല്ലാം അറിയണം. നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരെ മോളെ. ഫസ്റ്റ് ദിവസം വന്നത് തന്നെ ആളുടെ കണ്ണിലുണ്ണിയായില്ലേ? കണ്ണിലുണ്ണിയല്ല, കണ്ണിലെ കരട്. എന്നാലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇന്ന് കണ്ട ഡേവിഡ് സാറിനെ അല്ല നമ്മളിനി കാണാൻ പോകുന്നത്. ഹർഷേട്ടൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ സ്വഭാവം നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഒരു ഉടായ്പം അയാളുടെ മുന്നിൽ നടക്കില്ലെന്നുള്ളത് 100% ഉറപ്പാണ്. ദൈവമേ, ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ? തനുവും പൂജയും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഇന്ദ്രനും ജനിയും സാഗറും കൂടി റോസ് ഗാർഡൻ കാണാൻ വന്നതായിരുന്നു. ഡാ ഇന്ദ്ര, എന്താടാ നിന്റെ മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കുന്നത്? സാഗർ ചോദിച്ചു. ജനിയുടെ ലവറാണ് ഇപ്പോൾ ഫൈനൽ ഇയർ EEയിൽ പഠിക്കുന്ന സാഗർ. ഇപ്പം എല്ലാവർക്കും സമാധാനമല്ലോ. ഇല്ലടാ, ഞാൻ അവളെയും കൂട്ടി വരാമെന്ന് വിചാരിച്ച. എന്താണെന്നറിയുന്നില്ല, അവളെ പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റുന്നില്ലടാ. ഡാ, നീ ഇങ്ങനെ അവളെ ഒളിപ്പിച്ച് നോക്കി സമയം കളയുന്നതിനേക്കാൾ നല്ല അവളോട് പോയി പറഞ്ഞൂടെ? ജനി പറഞ്ഞു. ഞാൻ എങ്ങനെ പോയി പറയാനാ ജനി? ഞാൻ അറിഞ്ഞിടത്തോളം അവൾ നല്ല കുട്ടി തന്നെയാണ്. പക്ഷെ ഞാൻ ചാടിക്കറി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള സൗഹൃദം പോലും ഇല്ലാതാവുന്ന പേടിയുണ്ട് എൻ്റെ മനസ്സിൽ. അവർ 3 പേരും നടന്ന് അവിടെയുള്ള ഒരു പുൽമേട്ടിൽ പോയിരുന്നു. സാഗർ പറഞ്ഞു. ഡാ ഇന്ദ്ര, നീ പറഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൾക്ക് നിന്നെ ഇഷ്ടമാണ്. അതെ ഇന്ദ്ര, എനിക്കത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ട്രസ്റ്റ് മീ ഡാ, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോഴൊക്കെ അവളുടെ മുഖഭാഗം കണ്ടിട്ടുണ്ടോ? പലപ്പോഴും അവൾ അസൂയയോടെയാ എന്നെ നോക്കുന്നേ. അത് കേട്ടതും ഇന്ദ്രൻ പല കാര്യങ്ങളും ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് ആലോചിച്ച് നോക്കി. അന്ന് തനിയെ നിന്ന് സംസാരിക്കുമ്പോൾ ജനി ഇടയിൽ വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതും അത് കണ്ട് അവളുടെ മുഖത്ത് ചിരിമാഞ്ഞതും, പിന്നെ ഇന്നവൻ കഴിച്ച ഐസ്ക്രീം ജനി വാങ്ങിച്ച് കഴിച്ചപ്പോഴുണ്ടായ അവളുടെ മുഖത്തെ മാറ്റമെല്ലാം അവൻ ഓർത്തെടുത്തു. എന്നാലും പൂർണ്ണമായി അവർ പറയുന്നത് അവന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എടാ, എന്നാലും കോളേജ് തുടങ്ങി ഇപ്പോൾ 2.5 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ അവളോട് പോയി പറഞ്ഞാൽ എന്നെയും മറ്റുള്ള ആൺപിള്ളേരെ പോലെയല്ലേ അവൾ കരുതൂ. എടാ, എനിക്ക് ജനിയെ വീഴ്ത്ത ഐഡിയ പറഞ്ഞാൽ നീ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? നീ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനോട് ഇഷ്ടമാണെന്ന് പറയാൻ വെറും മണിക്കൂറുകൾ പരിചയം മതി. അപ്പോഴാ അവൻ്റെ ഒരു മാസക്കണക്ക്. ഡാ, താൻ ഫേസ്ബുക്കിലുണ്ടോ? അറിയില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് വൈകുന്നേരം പോയി നിന്റെ ലാപ്ടോപ്പ് എടുത്ത് അവളെങ്ങാനും ഫേസ്ബുക്കിലുണ്ടോ സെർച്ച് ചെയ്യ്. എന്നിട്ട് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോട്ട് ചെയ്യ്. ഇതൊക്കെ എന്തിനാ? അവളുടെ ബർത്ത്ഡേക്ക് നീ പോയി പ്രപ്പോസ് ചെയ്യ്. അത് വേണോ? വേണം. ജനിയും സാഗറും ഒന്നിച്ച് പറഞ്ഞു. എന്നിട്ട് അവന് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു കൊടുത്തു. ഇന്ദ്ര, നീ അവളോട് ഇഷ്ടം തുറന്നു പറയുന്നവരെ നീ പഴയ ഇന്ദ്രൻ തന്നെ ആയിരിക്കണം. ഒരു കാരണവശാലും നമ്മുടെ പ്ലാന് അവൾ അറിയാൻ പറ്റില്ല, സാഗർ പറഞ്ഞു. ശരി, വലിയ കാര്യത്തിൽ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി വല്ലതും നടക്കുമോ എന്തോ? ഇന്ദ്രൻ മേപ്പോട്ട് നോക്കിയോട് പറഞ്ഞു. എന്താ നടക്കാത്തെ? ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെ അപശകനം പറയലേടാ പൊട്ടാ. അതെ, അവളെ സെറ്റാക്കി തരേണ്ട കാര്യം ഞങ്ങൾ ഏറ്റു. പിറ്റേന്ന് ശരവണനും ഗ്യാങ്ങും കോളേജിന്റെ പിൻഗേറ്റിന് മുന്നിൽ പതിവ് പോലെ വായി നോക്കാനിരിക്കുമ്പോഴായിരുന്നു തേജ് വന്നത്. അവൾക്കന്ന് പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ വന്നു. ഡാ നിന്റെ ആള് വന്നു, കൂട്ടത്തിൽ ഒരുത്തൻ അവനോട് പറഞ്ഞു. ശരവണൻ പെട്ടെന്ന് മതിലിൽ നിന്നിറങ്ങി അവളുടെ അടുത്തേക്ക് ചാടി വന്നു. അവന്റെ പെട്ടെന്നുള്ള ചാട്ടം കാരണം തേജു പേടിച്ചു. എന്താ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. ശരവണൻ അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നുകൊണ്ട് പറഞ്ഞു.
എന്താ പറയാനുള്ളത്? അത് എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല. അവൻ സിനിമ സ്റ്റൈൽ പറയാൻ തുടങ്ങി. അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും നേരെ നോക്കിയാൽ പടർന്നു കിടക്കുന്ന ക്രിക്കറ്റ് ഗ്രൗണ്ട് കാണാം. അപ്പോഴായിരുന്നു തേജു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഹർഷനും പിന്നെ കുറച്ച് പിള്ളേരും കൂടി വർക്കൗട്ട് ചെയ്യുന്ന കണ്ടത്. പുള്ളിക്കാരൻ ഒടുക്കുന്ന സ്പീഡിൽ പുഷപ്പ് എടുക്കുന്ന തിരക്കില്ല. അവൾ അവനെ തന്നെ നോക്കി നിന്നു. ആക്ച്വലി ഞാനിത് ചൊല്ലിയാവണം, എന്നാ ഉനക്ക് അவ்வளவு അഴക്. இதுக்கு முன்னாடி இந்த மாதிரி அழகி நான் பார்த்தே இல்லை. ഐ തിങ്ക് ഐ ഫാൾ ഇൻ ലവ് വിത്ത് യു. ശരവണൻ തലതാഴ്ത്തി ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് പറഞ്ഞു. തേജു ആണെങ്കിൽ എണീറ്റ് നിന്ന് ബനിയും പൊക്കി വിയർപ്പ് കൊടുക്കുന്ന ഹർഷനെ നോക്കുന്ന തിരക്കിൽ ശരവണൻ പറഞ്ഞ കേട്ടില്ല. ഹോ, ഭയങ്കര ഉരുക്കു ശരീരമാണെന്ന് തോന്നുന്നല്ലോ. തന്നെ ആരോ നോക്കുന്ന പോലെ തോന്നിയപ്പോൾ ഹർഷൻ തലയുയർത്തി നോക്കി. തേജു പെട്ടെന്ന് മുഖം തിരിച്ച് ശരവണനെ നോക്കി നിന്നു. അവനെ നോക്കി അവൾ ചിരിച്ചു. ശരവണനോട് ചിരിച്ച് സംസാരിച്ചിരിക്കുന്ന തേജുവിനെ കണ്ടതും ഹർഷൻ എന്തോ അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി. അതിൻ്റെ കാരണം പോലും അവൻ അറിയില്ല. നിങ്ങൾക്കറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏട്ടാ, എനിക്ക് പ്രാക്ടീസ് ഉണ്ട്, ഞാൻ പൊക്കോട്ടെ? യാ, ഓഫ് കോഴ്സ്. അവൾ കുറച്ചു ദൂരം പോയതും ശരവണൻ അവളെ വിളിച്ചു. ഏയ് തേജസ്വിനെ, നന്നായിട്ട് ആലോചിക്കും, ഞാൻ നിന്റെ മറുപടിക്കായിട്ട് വെയിറ്റ് ചെയ്യും. ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നേ? അവൾ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് അവിടുന്ന് പോയി. ഡാ അളിയ, പൊളിച്ച്. അവൾ ഗ്രീൻ സിഗ്നൽ വന്നിട്ടാണോ പോയത്? ഒരുത്തൻ അവനെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. അവൻ ഒരുപാട് പ്രതീക്ഷകളോടെ അവൾ പോകുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു. ഇന്ന് പ്രാക്ടീസിൽ നിന്ന് കോച്ച് പറഞ്ഞുകൊണ്ട് അഭിയും തേജുവും നേരെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് വിട്ടു. അവിടെ ഹർഷൻ അപ്പോഴും നല്ല പ്രാക്ടീസിലായിരുന്നു. അവൾ ആ ഗ്യാലറിയിൽ നിന്ന് അവൻ കളിക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം അഭിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് അസൈൻമെന്റ് എഴുതാണ്ടെന്ന് പറഞ്ഞു പോയി. കുറേ നേരം ഒറ്റയ്ക്കിരുന്ന് അന്ന് ഹർഷൻ അവളെ ചേർത്ത് പിടിച്ചത് ആലോചിച്ചുകൊണ്ടിരുന്നു. എന്തോ അതിനുശേഷം ഹർഷേട്ടനെ പഴയതുപോലെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എവിടേക്കോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. അവൾക്ക് അവിടെ ആ മാറ്റം തനുവിനോടും പൂജയോടും പോലും പറയാൻ തോന്നിയില്ല. അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് തോളിൽ ആരുടെ കരസ്പർശം വീണത്. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഹായ് ലോകേഷ് ഏട്ടാ. എന്താ മേഡം ഈ വഴിയൊക്കെ? ഇന്ന് പ്രാക്ടീസില്ലെന്ന് പറഞ്ഞു. ക്ലാസ്സിലാണെങ്കിൽ ആരും വന്നിട്ടില്ല, അതാ നേരം ഇങ്ങോട്ട് വന്ന്. ഓ അങ്ങനെ. പിന്നെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? പാരമ ബോറിങ്. അത് കേട്ടതും അവൻ ചിരിക്കാൻ തുടങ്ങി. ഏട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാ ഏട്ടനൊന്നും തോന്നരുത്. നീ പറയടി. അവൾക്ക് ആദ്യം ഒരു മടി തോന്നിയെങ്കിലും അത് ചോദിച്ചില്ലെങ്കിൽ താൻ നഖം നിന്ന് ചാവുന്നോർത്ത് അവൾ ചോദിച്ചു. നഖം തിന്നുക എന്ന് ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കാന്ന് കേട്ടോ. നമ്മുടെ 3 നായികമാർക്കുള്ള ഒരു നല്ല ശീലമാണ് ഈ നഖം കടിക്കലേ. ശരിക്കും ഈ ഹർഷേട്ടന് അമൃത മിസ്സിനോട് പ്രേമുണ്ടോ? ഇത് കേട്ടതും ലോകേഷ് അവൾ നോക്കുന്ന ആക്കി ചിരിച്ചു. എന്താ ഏട്ടാ ഇങ്ങനെ നോക്കുന്നേ? അല്ല, നിനക്കെന്താപ്പോ ഇതൊക്കെ അറിയാൻ? ഏയ്, ഞാൻ ചുമ്മാ ചോദിച്ചാ, പറയട്ടാ. അപ്പോഴാണ് ബാറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹർഷൻ ലോകേഷുമായി സംസാരിക്കുന്ന തേജുവിനെ കണ്ടത്. പെട്ടെന്ന് അവൻ്റെ കോൺസെൻട്രേഷൻ പോയി. നല്ലൊരു 6 അടിക്കുന്ന ബോളിന് മിസ്സാക്കിയതും പോരാ, അത് കറക്റ്റ് ബാറ്റിൽ തട്ടി സ്റ്റെമ്പിൽ തന്നെ കൊണ്ടു. കുറെ പേർ അവിടുന്ന് ആർത്തു വിളിച്ചു. ഹർഷ, എന്താണ് നിനക്ക് പറ്റിയത്? നല്ലൊരു ബോൾ മിസ്സാക്കിയല്ലോ. മെല്ലെ കളിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്ക് ഔട്ടായി. ബി ഫോക്കസ്. കോച്ച് വന്ന് അവനെ വഴക്ക് പറഞ്ഞു. അവൻ തൻ്റെ ഹെൽമെറ്റ് അഴിച്ച് ഗ്രൗണ്ടിൻ്റെ അറ്റത്തുള്ള സീറ്റിൽ പോയിരുന്നു. അപ്പോഴും അവൻ്റെ കണ്ണുപോയത് തൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന തേജുവിൻ്റെ മേലായിരുന്നു. പാറയേട്ടാ. അവൾ വീണ്ടും വീണ്ടും നിർബന്ധിക്കാൻ തുടങ്ങി. അത് വെറും സിമ്പിൾ. ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സിന് പഠിക്കുമ്പോഴേ സീനിയേഴ്സ് വന്ന റാഗിങ്ങിന് അവന് കൊടുത്ത ടാസ്ക് ആയിരുന്നു ടീച്ചറോട് പോയി പ്രപ്പോസ് ചെയ്യാൻ. അവനൊരു മടിയില്ലാതെ പോയി പറഞ്ഞു. അതിനുശേഷം ഞങ്ങളെല്ലാവരും ടീച്ചറിൻ്റെ പേര് പറഞ്ഞാൽ അവനെ കളിയാക്കുക. പിന്നെ അവന് ടീച്ചറോട് ചെറിയ ക്രഷൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് സത്യം തന്നെ. അല്ലാതെ നീ കരുതും പോലെ അവൻ ടീച്ചറിൻ്റെ പുറകെ ഒളിപ്പിച്ച് നടന്നിട്ടൊന്നുമില്ല. അപ്പോൾ ടീച്ചർക്ക് ഇയാളോട് ഒന്ന് പോയ പെണ്ണെ. ടീച്ചർക്ക് അടുത്ത മാസം കല്യാണം, അതും 10 വർഷത്തെ പ്രണയം. ഒന്ന് ബോൾ. ഗ്രൗണ്ടിൽ ഒരുത്തം വിളിച്ചു പറഞ്ഞതും അവൻ മനസ്സിൽ തോന്നിയതൊക്കെ മായ്ച്ചു കളഞ്ഞ് കളിക്കാൻ പോയി. കളിക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും അവളെ നോക്കലേന്ന് മനസ്സിൽ ശബ്ദം ചെയ്താണ് കളിക്കിറങ്ങിയത്. പിന്നീട് തേജുവും ലോകേഷും കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇടയ്ക്കിടെ അവൾ ഹർഷനെ നോക്കാനും മറന്നില്ല. കളിക്കിടയിൽ അവളുടെ നോട്ടം തൻ്റെ മേൽ പതിയുന്ന പോലെ ഹർഷന് തോന്നി. അവൻ കഴിയുന്നതും അവളെ നോക്കാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്തോ അവൻ്റെ മനസ്സത് കേട്ടില്ല. അവൻ അവളെ നോക്കി. പക്ഷേ അവളെപ്പോഴും പൊരിഞ്ഞ സംസാരമായിരുന്നു. അത് തനിക്ക് തോന്നിയതായിരിക്കുമെന്ന് കരുതി അവൻ കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ലോകേഷ് എന്തൊക്കെ ആനക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തേജുവിനൊന്ന് പാളി നോക്കിയത്. അവൾ അവൻ്റെ സംസാരം ശ്രദ്ധിക്കാതെ എവിടെയോ നോക്കിയിരിക്കുകയാണ്. അവളുടെ നോട്ടത്തിൻ്റെ ദിശക്കനുസരിച്ച് അവനെ നോക്കി. അപ്പോഴാണ് അവന് മനസ്സിലായത് അവൾ ഹർഷനെ നോക്കിയാണ്. ഹർഷൻ അവൾ നോക്കിയതും അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി ലോകേഷിനെ നോക്കി. അപ്പോഴാണ് അവൾ കണ്ടത് താടിക്കും കൈ കൊടുത്ത് അവളുടെ കള്ളനോട്ടം ലോകേഷ് ശ്രദ്ധിച്ചിരുന്നെന്ന്. അവൾ അവനെ നോക്കി ഒരു ചമ്മിയ ചിരി. ഞാൻ വെറുതെ ചുമ്മാ.
ഹർഷിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ടപ്പോൾ അവൾ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അതിനിപ്പോൾ ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. അപ്പോൾ ഞാൻ പോട്ടെ ഏട്ടാ. വെക്കോ വെക്കോ. അവൾ എണീറ്റിന്ന് ഹർഷിനെ ഒന്നുകൂടെ നോക്കി. അതേസമയം തന്നെ ഹർഷിനെ അവൾ നോക്കി. പെട്ടെന്ന് രണ്ടുപേരും ഫ്രീസ് അടിച്ച പോലെ നിന്നു. പക്ഷേ ഹർഷിനൊന്നും കണ്ടില്ലെന്ന് നടിച്ച് ബോൾ എറിയാൻ ഓടി. പക്ഷേ അവന്റെ ബോളിംഗ് കാണാൻ അവൾ അപ്പോഴും അവനെ തന്നെ നോക്കി നിൽക്കുന്നത് അറിഞ്ഞതും അവന്റെ ശ്രദ്ധ പോയി. അവൻ മൂക്കുകുത്തി കമിഴ്ന്നടിച്ച് വീണു. അയ്യോ ഹർഷ! ലോകേഷ് വേഗം അവന്റെ അടുത്തേക്ക് പോയി. എല്ലാവരും അവന്റെ ചുറ്റും കൂടി നിന്നു. തേജുവും പോയി. ഭാഗ്യത്തിന് അവൻ അധികം പരിക്കൊന്നും പറ്റിയില്ല. ഹർഷ, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? ഇന്ന് വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കാം. തനിക്ക് എന്താണോ പറ്റിയത്? ഒന്നുമില്ല സർ, അവൻ എണീറ്റെന്നോട് പറഞ്ഞു. നെക്സ്റ്റ് മന്ത് ഇന്റർ കോളേജ് സ്പോർട്സ് കോമ്പറ്റീഷൻ ആണെന്ന് അറിയാലോ? അറിയാം സർ. ഓ, അപ്പൊ എല്ലാം അറിഞ്ഞിട്ടല്ലേ ഇങ്ങനെ? സോറി സർ. 50 റൗണ്ട്സ് ത്രൂ ദി ഗ്രൗണ്ട്. അതും പറഞ്ഞ് കോച്ച് പോയി. അയാളുടെ മുഖത്ത് അപ്പോഴും നല്ല ദേഷ്യമുണ്ടായിരുന്നു. ഇതിനു മുമ്പൊക്കെ വൈകി വന്നതിനായിരുന്നു അവന് ഗ്രൗണ്ടിൽ കൂടെ ഓടേണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് കോൺസെൻട്രേഷൻ പോയതിന് അവന് പണിഷ്മെന്റ് കിട്ടുന്നത്. അവൻ തിരിച്ചൊന്നും പറയാതെ ഓടാൻ തുടങ്ങി. തേജുവും പിന്നെ ഒന്നും പോയി പറയുന്നില്ല. അവളും ക്ലാസ്സിലേക്ക് പോയി. അന്ന് ഉച്ചയ്ക്ക് മെൽവിൻ. ഈ മെൽവിൻ നമ്മുടെ പിള്ളേരുടെ പുതിയ ഫ്രണ്ടാണ് കേട്ടോ. അവന്റെ അമ്മ ഉഴുന്നുവട കൊടുത്തയച്ചതിനെ തുടർന്ന് ക്ലാസ്സിലൊരു യുദ്ധമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവസാനം കൊണ്ടുവന്ന ആള് ജീവനോട് കിട്ടിയത് ഭാഗ്യം. എല്ലാവരും കോംപ്രമൈസായി കഴിക്കാനിരുന്നു. തേജു അപ്പോഴും ഭയങ്കര സൈലന്റ് ആയിരുന്നു. അവൾ എപ്പോഴും കഴിക്കുമ്പോൾ അധികം സംസാരിക്കാത്തതുകൊണ്ട് ആരും പ്രത്യേകിച്ചൊന്നും ചോദിക്കാൻ നിന്നില്ല. അവളുടെ മനസ്സ് മുഴുവൻ ഇന്ന് രാവിലെ ഹർഷേട്ടൻ തലകുത്തി വീണ സംഭവമായിരുന്നു. എന്നാലും അയാൾ എന്നെ കണ്ടിട്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പകച്ചിരുന്നത്? അവളങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂജ അവളുടെ പ്ലേറ്റിലുള്ള വടയെടുത്ത് അവൾ അറിഞ്ഞില്ല. കഴിക്കാനായി തല താഴ്ത്തിയപ്പോഴാണ് പ്ലേറ്റിലൊരു വട പറയുന്ന സംഭവം അവൾ ശ്രദ്ധിച്ച്. എടി, എൻ്റെ വട എവിടെ? എന്നോടാണ് ചോദിക്കുന്നത്? താനും കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ പറഞ്ഞു. അപ്പോൾ അതെവിടെ പോയി? എടി, ചിലപ്പോൾ നീ തന്നെയായിരിക്കും അത് കഴിച്ചിട്ടുണ്ടാവുക. പൂജ ഒരു കുരുട്ട് നോട്ടത്തോടെ പറഞ്ഞു. ആ, ചിലപ്പോൾ ആയിരിക്കും. തേജ് വീണ്ടും ആലോചനയിൽ മുഴുകി. ഞാനെന്തിനാ അയാൾ ഇങ്ങനെയൊക്കെ നോക്കണം? ഇമാതിരി പരിപാടികൾക്കൊന്നും എന്നെ കിട്ടില്ല. അവൾ വീണ്ടും കഴിക്കാനായി കുനിഞ്ഞപ്പോഴാണ് കണ്ടത്, ദേ അടുത്ത വട മിസ്സിങ്. തേജു പൂജയെ സംശയത്തോടെ നോക്കി. ആ സമയം പൂജ വായിനെ ബലൂണ് പോലെയാക്കി ചവച്ചരക്കുന്ന തിരക്കിലും. ഡി വടയക്ഷി! അവൾ ഉറക്കെ നിലവിളിച്ചു. പൂജ പിന്നെ ഒന്നും അറിയിച്ചില്ല. ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. തേജുവും വാട്ടർ ബോട്ടിൽ കയ്യിലെടുത്ത് അവളുടെ പിന്നാലെ ഓടി. ഡി നിക്കടയോടെ! തേജു അതും പറഞ്ഞ് ബോട്ടിൽ തുറന്ന് വെള്ളം അവളുടെ മേലെ തെറിപ്പിച്ചു. പക്ഷേ ഉന്നം പിഴച്ചു. അതുകൊണ്ടത് ഡേവിഡിന്റെ മേലെയായിരുന്നു. പൂജ മുന്നിൽ വന്ന ഡേവിഡിനെ കണ്ട് ബ്രേക്ക് ഇട്ട പോലെ നിന്നു. പക്ഷേ ദൈവം അപ്പോഴും അവളെ ചതിച്ചു. നീളം ടൈൽസ് ആയതുകൊണ്ടും അവളുടെ ചെരുപ്പ് നല്ല സ്മൂത്ത് ആയതുകൊണ്ടും അവൾ വീഴാൻ പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.